ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ ഇനി സർഗാത്മകതയുടെ ഉത്സവം. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരുക്കം പൂർത്തിയായി. 3 പകലിരവുകളിലായാണ് കവിതയുടെ കാർണിവൽ നടക്കുന്നത്. അകം ഏകം അനേകം എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 4 ദശകങ്ങളിലായുണ്ടായ നവസാമൂഹിക മുന്നേറ്റങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പ്. 17, 18, 19 തീയതികളിലായി നടക്കുന്ന കാർണിവലിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓരോ കാലത്തെയും സമകാലിക വിഷയങ്ങൾ പ്രമേയമാകുന്ന കവിതയുടെ കാർണിവലിന് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള കവികളും സാഹിത്യകാരും പങ്കെടുക്കും. 6 വേദികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസാഹിത്യോത്സവമായാണ് കവിതയുടെ കാർണിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 250-ൽ പരം കവികളും കലാകാരന്മാരും എഴുത്തുകാരും കാർണിവലിൽ പങ്കെടുത്ത് സംസാരിക്കും. തമിഴ് മലയാളം കവികൾ ചേർന്ന് നടത്തുന്ന കാവ്യവിവർത്തന ശില്പശാലയാണ് ഇതിലൊരു വേദിയിൽ അരങ്ങേറുക. മറ്റൊരു വേദിയിൽ കവികളുടെ കവിതാവതരണങ്ങൾ നടക്കുന്നുണ്ട്. പട്ടാമ്പി കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ വിമോചന സംഘടന മാനുഷി രൂപം കൊള്ളുന്നത്. അത് രൂപം കൊണ്ടതിൻ്റെ 40ാം വർഷമാണ് ഈ വർഷം. മാനുഷി പ്രവർത്തകരുടെ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ വിവിധ പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ ഇവ മറ്റൊരു വേദിയിൽ നടക്കും. ഗവേഷകരുടെ പ്രബന്ധാവതരണങ്ങളും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രബന്ധാവതരണങ്ങളും സെമിനാറുകളും മറ്റൊരു വേദിയിൽ നടക്കും. പുസ്തക പ്രകാശനങ്ങൾ ഒരു വേദിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇൻസ്റ്റലേഷനുകളും ആർട്ട് ഗാലറികളും ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കോളേജ് ഗ്രൗണ്ടിലാണ് കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കാവ്യാവതരണങ്ങൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, അനുസ്മരണങ്ങൾ, പുരസ്കാര സമർപ്പണം, പുസ്തക പ്രകാശനങ്ങൾ, കലാപ്രദർശനങ്ങൾ, ചിത്രപ്രദർശനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ പരിപാടികളാണ് കവിതയുടെ കാർണിവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം കലാസാംസ്കാരിക പ്രവർത്തകരും സാക്ഷികളാകും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.